പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, ദൈവജനങ്ങളെ, നമ്മുടെ വ്യാജ ജനറൽ ഭരണസമിതി, അത് വ്യാജം എന്ന് പറയാൻ കാരണം സ്വന്തമായി ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കി അത് ജനറൽ ബോഡി അംഗീകരിച്ചതാണ് എന്ന് വരുത്തി തീർത്ത് നമ്മുടെ രജിസ്ട്രേഷനുള്ള ഏലൂർ ഡിസ്ട്രിക്ട് രജിസ്ട്രാറിൽ രജിസ്റ്റർ ചെയ്തു, അത് അംഗീകരിച്ചു എന്ന് കളവ് പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ധാർഷ്ട്യത്തോടെ ഒരു 3-4 പേർ ചേർന്ന് അതിൻ്റെ കൂടെ ഒരു മാനേജരും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് IPCയുടെ ഒരു സ്റ്റേറ്റിന് കീഴിലുള്ള ലോക്കൽ സഭകൾ വരെ തട്ടിയെടുക്കാനുള്ള പരിശ്രമങ്ങളാണ് ഇവത്തുങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയമവിരുദ്ധമായ ഒരു ഭരണസമിതി എന്നുള്ളതും വ്യാജം കാണിച്ചും പറഞ്ഞും കൊണ്ടുള്ളതായ ഒരു ഭരണസമിതി ആയതുകൊണ്ടാണ് നാളിതുവരെ നമ്മൾ സ്വയംഭൂക്കൾ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു വ്യാജന്മാരാണ് എന്നുള്ളത്. IPCയുടെ സ്വയം ഏറ്റെടുത്ത ഈ ജനറലിന്റെ ഭരണസമിതി വ്യാജന്മാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യമുണ്ട്, ഏതായാലും അവരുടെ കൗണ്ട് ഡൗൺ തുടങ്ങി എന്ന് ബോധ്യമായപ്പോൾ ഇല്ല, ചില കാട്ടാനകൾ മതലക്ഷണം കാണിക്കും. അവർ മതം പൊട്ടുന്ന അക്രമാസക്തരാകുന്ന നിലയിലേക്ക് വരും. എന്നാൽ കുങ്കിയാനകൾ വന്ന് അവരെ കൈകാര്യം ചെയ്യുമ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെ അരിക്കൊമ്പനും ആനക്കൊമ്പനും ഒക്കെ. ഇത് അതിനേക്കാൾ വലിയ പുള്ളികളായതുകൊണ്ട് അല്പം സമയമെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ദിനംപ്രതി കേരള സ്റ്റേറ്റിലേക്ക് കത്തുകൾ അയക്കുന്ന ഈ വ്യാജ ജനറൽ സമിതി, ഈ കത്തുകൾ വായിക്കുമ്പോഴും നമുക്ക് കാണുമ്പോഴും തമാശയാണ് തോന്നുന്നത്. അയക്കുന്ന കത്തുകളെല്ലാം കേരള സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ കുമ്പനാടുള്ള ഒരു ആക്രിക്കടയിൽ നിന്ന് ഈ പേപ്പറുകൾ തൂക്കി മേടിക്കാനായിട്ട് അപ്പോൾ തന്നെ വരും. അത് അവർ കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണിപ്പോൾ ഉള്ള സത്യാവസ്ഥ. പ്രിയപ്പെട്ടവരെ, 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഓരോ ലോക്കൽ സഭയ്ക്കും പരമാധികാരമുണ്ട്. ആ ലോക്കൽ സഭയുടെ വസ്തുവകകൾ വാങ്ങുന്നത് ലോക്കൽ സഭയിലെ ഭരണസമിതിയും അവിടുത്തെ തന്നാണ്ട് ശുശ്രൂഷകന്റെ പേരിലും ഒരുപക്ഷെ ചിലയിടത്ത് ആ സെൻറ്ററിൻ്റെ പേരും കൂടെ വെക്കാറുണ്ട്. എന്നിട്ട് IPCക്ക് വേണ്ടി കേരള സ്റ്റേറ്റിനെയാണ് അതിനകത്ത് കക്ഷിയാക്കുന്നത്. അല്ലാതെ ജനറലിൻ്റെ പേരിൽ ഒരു ലോക്കൽ സഭയും വാങ്ങുന്നില്ല. പിന്നെ എൻ്റെ ഒരു വസ്തു മറ്റൊരാൾ വന്ന് എങ്ങനെ അടിച്ചു മാറ്റാൻ കഴിയും? അല്ലെങ്കിൽ എൻ്റെ വസ്തു എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ കഴിയും? അങ്ങനെ വ്യാജമായ പ്രവർത്തികളും വ്യാജമായി പറഞ്ഞു പറ്റിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്താണ് ലോക്കൽ സഭയിൽ ഇപ്പോൾ കയ്യേറ്റം നടത്തുന്നത്. ഇപ്പോൾ വന്ന് ലോക്കൽ സഭയുടെ ഫണ്ടിൽ കയറിയാണ് കൈപിടിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവർ, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇത് വളരെ തന്ത്രപരമായി IPCക്ക് ഒറ്റ പാൻ കാർഡാക്കി എല്ലാ സഭകൾക്കും, അങ്ങനെ എടുത്തിട്ടുള്ള അല്ലാത്ത സഭകളുമുണ്ട്, സഭ ഒറ്റയ്ക്ക് എടുത്തിരിക്കുന്ന പാൻ കാർഡുള്ള സഭകളുണ്ട്, അവർക്ക് പ്രശ്നമില്ല. മറിച്ച് IPCയുടെ ഒറ്റ പാൻ കാർഡ് വഴിയാണ് നിങ്ങളുടെ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ഈ വ്യാജന്മാർ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. അവർക്കത് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. അങ്ങനെയാണല്ലോ തിരുവനന്തപുരത്ത് താബോർ ചർച്ചിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്. ജനറലായിട്ട് ഒരു ബന്ധവുമില്ല, ആ പ്രോപ്പർട്ടിയിലോ സമ്പത്തിലോ ഇവർക്ക് യാതൊരു പങ്കാളിത്തവുമില്ല, എങ്കിലും ആ അക്കൗണ്ട് അവർ ഫ്രീസ് ചെയ്തു. ഇതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട സഭകളെ നോട്ടമിട്ടിരിക്കുകയാണ്. ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക. പ്രിയപ്പെട്ട കർത്തൃദാസന്മാരെ, ഇനി നിങ്ങൾ ഭയന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പട്ടിണി അടക്കേണ്ടി വരും. നിങ്ങൾക്ക് ശമ്പളമായിട്ട് ചില സഭകൾ തരുന്നു, ചില സഭകൾ മനഃപൂർവ്വദാനമായിട്ട് തരുന്നു. ഇതെല്ലാം തരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതാത് ലോക്കൽ സഭയുടെ വിശ്വാസികളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ആ അധ്വാനത്തിൻ്റെ ഫലം 1 രൂപ പോലും കയ്യിൽ വെക്കാൻ പാടില്ല എന്നുള്ള നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബാങ്കിൽ നിക്ഷേപിക്കുകയും എന്നാൽ പ്രതിമാസം നിങ്ങൾക്ക് തരേണ്ട വിഹിതം തരാൻ വരുമ്പോൾ പൈസ ഇല്ല എങ്കിൽ നിങ്ങൾ പട്ടിണി കടന്നു പോകും. പണ്ടത്തെ പിടിയേരി ഇപ്പോൾ ഇല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ.
അതുകൊണ്ട് ഇക്കാര്യത്തിൽ സഭകൾ ഒരു തീരുമാനമെടുക്കണം. ഒന്നുകിൽ നമ്മളുടെ അക്കൗണ്ട് ഈ പറയുന്ന വ്യാജർ ഫ്രീസ് ചെയ്യും, ഇല്ലെങ്കിൽ ഇവർ വ്യാജന്മാരാണെന്ന് എന്ന് നമ്മുടെ ഗവൺമെൻറ് തിരിച്ചറിയുന്നോ അന്ന് ഗവൺമെൻറ് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. നമ്മുടെ മുമ്പിൽ നമ്മുടെ FCRA ഫ്രീസ് ചെയ്ത് അറിയാമല്ലോ. അപ്പോൾ ആ രണ്ട് നിലയിലായാലും നമ്മുടെ അക്കൗണ്ട് പോവും, പണം പോവും, തർക്കമില്ലാത്ത കാര്യമാണ്. ഒറ്റ ഉപാധിയേ ഉള്ളതിന്. നമ്മുടെ ലോക്കൽ സഭകൾ, എല്ലാ ലോക്കൽ സഭകളും ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് IPC എങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നുവോ അതുപോലെ ഓരോ ലോക്കൽ സഭയും അതാത് ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്ട്രേഷൻ്റെ അണ്ടറിൽ നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ആ അക്കൗണ്ട് സുഗമമായി കൊണ്ടുപോവുകയും ചെയ്യാം. ഒരു തർക്കവും ഒരു തടസ്സവും ആർക്കുമില്ല. നിയമവിധേയമായിരിക്കും. ഈ നിയമവിരുദ്ധമായ പണികൾ ഇവർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നിയമവിരുദ്ധരായി ഈ ചാപ്പ കുത്തി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ സഭകൾ പൂട്ടപ്പെടുന്ന നിലയിലും അക്കൗണ്ട് മരവിപ്പിക്കുന്ന നിലയിലേക്കും പോകും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇനി ഇതല്ല, ഇത് സംബന്ധിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾക്ക്, അതായത് IPCയുടെ ഏതെങ്കിലും ലോക്കൽ സഭയിലിരിക്കുന്ന ശുശ്രൂഷകർക്കോ ആ സഭയുടെ പ്രവർത്തനങ്ങൾക്കോ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറലിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം നിങ്ങൾക്കുണ്ടോ? അത് മാത്രമല്ല, ഇപ്പോൾ ഈ വ്യാജർ കൈയടക്കിയിരിക്കുന്നത് കെ എബ്രഹാം ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ IGO, അങ്ങനെ ഒട്ടനവധി സംഘടനകൾ. അതിൽ നിന്ന് വല്ലതും IPCയുടെ ലോക്കൽ സഭയുടെ ശുശ്രൂഷകർക്കോ ലോക്കൽ സഭയ്ക്കോ ദൈനംദിന കാര്യങ്ങൾക്ക് എന്തെങ്കിലും പണം ലഭ്യമാകുന്നുണ്ടോ? ഇതൊന്നുമില്ലാതിരിക്കെ എല്ലാം അങ്ങോട്ട് വേണം, ഇങ്ങോട്ടൊന്നുമില്ല, നിങ്ങൾ അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല, ഇങ്ങോട്ട് ഞങ്ങൾ പറയും, നിങ്ങൾ അടിമകൾ, ഞങ്ങൾ ഉടമകൾ, അങ്ങനെയുള്ള ചിന്ത പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ നടക്കുന്നതല്ല. അത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുമില്ല. അതുകൊണ്ട് IGOയുടെയോ കെ എബ്രഹാം ഫൗണ്ടേഷൻ്റെയോ പണം കിട്ടുന്ന സഭകൾക്ക് ഞാൻ മേല് പറഞ്ഞ വിഷയങ്ങൾ ബാധകമല്ല.